നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അടയക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു കുഞ്ഞു വാട്ടർഫാൾസും ചോലയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിട്ടോ. പിന്നെ ചെറിയ മണ്ണിട്ട വഴിയുണ്ട്, അതിലൂടെ പോയി നോക്കാം. ഇതാണ് ആ മണ്ണിട്ട വഴി. ഇതിലൂടെ മുന്നോട്ട് പോകണം. നായയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കട്ടോ. ജസ്റ്റ് ഒരു വീടിൻ്റെ അടുത്തേക്കാണ് എത്തണത്. അവിടുന്ന് വഴി വീണ്ടും മുന്നോട്ടുണ്ട് കേട്ടോ. വീണ്ടും വീടുകളുടെ ഇടയിലൂടെ പോകണം. നായ നന്നായി കുരയ്ക്കുന്നുണ്ട്. ആ വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞേ ഇങ്ങനെ മണ്ണിട്ട റോഡുണ്ട്, ഇതിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. കുറേശ്ശെ വെള്ളം പോണതൊക്കെ കാണാം കേട്ടോ. ആ വഴി ചെന്ന് കയറണതേ ഒരു റബ്ബറും തോട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം ചോലയുടെ അവിടേക്ക് എത്താൻ. ഇവിടുത്തെ പ്രദേശവാസികളോട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലൂടെയൊക്കെ കിടക്കാൻ. ഇതൊക്കെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതിലൂടെ വെള്ളം പോണ ചെറിയൊരു നീർച്ചാല് കണ്ടു കേട്ടോ. ഇനി ഇതിലൂടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട ഒരു ചെറിയ ഒരു അരുവി പോലെ, ഒരു തോട് പോലെ, അതിലൂടെ നടന്നു നോക്കാം. നല്ല തണുത്ത വെള്ളമാണ്. മഴ പെയ്ത കാരണം ചെറിയ രീതിയിൽ ഒഴുക്കുണ്ട്. നല്ല രീതിയിൽ ഒഴുക്കുണ്ട് കേട്ടോ. മുന്നോട്ട് പോകും തോറും വെള്ളത്തിൻ്റെ നല്ല കളകള ആരവം നമുക്ക് കേൾക്കാം. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിന് നല്ല ഒഴുക്കുണ്ട്. വെള്ളം നന്നായിട്ട് കത്തിക്കളിച്ച് ഒഴുകി വരുന്നുണ്ട്. ഈ ചെറിയ കുഴികളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് കിടന്ന് കുളിച്ച് ആസ്വദിക്കാം. കാരണം വലിയ ആഴമൊന്നുമില്ല, പിന്നെ നല്ല ഫ്രഷ് വാട്ടറാണ്, ഒഴുക്കുള്ള വെള്ളമാണ്. അതുകൊണ്ട് വേറെ റിസ്ക്കൊന്നുമില്ല. നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. കാരണം നല്ല വഴുക്കലേ ഉള്ള പാറയാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. നല്ല ഉരുളൻ പാറകളാണ്. ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം. ഇവിടേക്ക് കിടന്നിട്ട് കുളിക്കാനൊക്കെ സുഖമാണ്, റിസ്ക് കുറവാണ്. പോണ വഴിക്ക് നല്ല ഉരുളൻകല്ലൊക്കെ ഉണ്ട് കേട്ടോ, ഇതുപോലെ പാറക്കല്ല്. പക്ഷേ ഈ ചെറിയ ചെറിയ കുഴികളിലൊക്കെ നമുക്ക് കിടന്നിട്ട് കുളിക്കാം. വലിയ റിസ്ക് ഒന്നുമില്ല, അധികം ആഴമില്ല. എന്നാൽ നല്ല തണുത്ത വെള്ളം ഒഴുകി ഒഴുകി വരുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം. മുന്നോട്ട് പോകും തോറേ നല്ല പച്ചപ്പും അതുപോലെ ഹരിതാപമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒഴുക്ക് കൂടി കൂടി വരുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ഇതിന് താഴത്ത് നിന്നിട്ട് കുളിക്കാനൊക്കെ രസമായിരിക്കും. നല്ല അടിപൊളി ഒഴുക്കാണ്. നല്ല സൂപ്പർ വെള്ളച്ചാട്ടം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. ഇത് കണ്ട ഒരു മരം അങ്ങനെ ചാഞ്ഞ് കിടക്കണത്, അതിൻ്റെ വേരിൻ്റെ ആ ഭാഗമുണ്ട്, കടഭാഗം. അവിടെ ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് ഒലിച്ചു വരണം കേട്ടോ. കിടിലൻ വ്യൂ ആണ്. ജസ്റ്റ് നമ്മളെ ഈ സൈഡിലെ വഴി കൂടെ അതിന് മുകളിലേക്ക് ഒന്നുകൂടി കയറി നോക്കാം കേട്ടോ.
ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ജസ്റ്റ് നമ്മൾ വരുമ്പോൾ കണ്ട വെള്ളച്ചാട്ടത്. ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കയറി നമ്മൾ നടന്നു നോക്കാണ്. അപ്പോൾ കാണുന്ന അടിപൊളി കാഴ്ചയാണ് ഇത്. ഫ്രണ്ട്സായിട്ട് വന്നാട്ടെ ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് കേട്ടാ. ഇതേ ഇവിടെ ഒന്നും അധികം ആളില്ല. സുഖമായിട്ട് ഇവിടെ നീന്തി കുളിക്കാം, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളവിടെ നിന്ന് കണ്ടില്ലേ ഒരു മരം ചാഞ്ഞു കിടക്കുന്നത്, അതിൻ്റെ അടുത്തു നിന്നുള്ള ക്ലോസ് ഷോട്ടുകൾ കേട്ടോ. ഇതേ കണ്ട അടിപൊളി ചില്ലകളൊക്കെ ഉള്ള നല്ലൊരു വൻമരം, മുകളിൽ നല്ല പാറക്കൂട്ടം. നമ്മൾ താഴേന്ന് ആ മരത്തിൻ്റെ അവിടെ നിന്ന് കയറിയപ്പോൾ ഉണ്ടല്ലോ, വീണ്ടും ഇവിടെ അടിപൊളി കാഴ്ചകളാണ്. വെള്ളം നല്ല നരഞ്ഞ് പതഞ്ഞ് ഒഴുകനെയാ താഴത്തേക്ക്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച തന്നെയാണ്. ജസ്റ്റ് താഴത്തേക്കുള്ള ഒരു വ്യൂ കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിട്ടോ. അപ്പം കാണുന്ന മനോഹര കാഴ്ചയാണിത്. മഴക്കാലത്ത് മാത്രം ആക്റ്റീവായിട്ടുണ്ടാവുള്ളൂ. സീസണലായിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ്. മൺസൂൺ സീസൺ ആകുമ്പോൾ നന്നായി ആക്റ്റീവ് ആവും. നോക്കളേ താഴത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. വേണ്ട പേടില്ലനെ. മുകളിലേ ഇതുപോലെ അടിപൊളി പാറക്കൂട്ടങ്ങളാ. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ വെള്ളം ഒലിച്ചു വരിക. നല്ലൊരു മഴക്കാറുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കയറി കയറി പോകുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്പോ ഒരു രക്ഷയില്ല. ആ മരത്തിൻ്റെ വേരൊക്കെ ഉണ്ട് അടർന്നിട്ട് വീഴാറായിട്ട് നിൽക്കണം. നല്ല ഒഴുക്കുണ്ട്. മുകളിലേക്ക് നല്ല പാറക്കൂട്ടങ്ങളും നല്ല വലിയ വണ്ടൻ മരങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളെ വീണ്ടും കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. കിടിലെന്ന് പറഞ്ഞാൽ കിടില. അതിൻ്റെ മുകളിൽ കയറിയിട്ടാ. അപ്പോൾ അവിടെ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളിതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടാ. 2-4 നിലകളിലായിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ വരുമ്പോൾ എല്ലാം കാണാൻ ശ്രമിക്കുക. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വരിക. മൺസൂൺ സീസണിൽ മാത്രമാണ് ഇത് ആക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടാ. പല പല ആംഗിളിൽ നിന്നുള്ള വ്യൂസാണ് കാണിക്കുന്നത്. നല്ല വള്ളിപ്പടർപ്പും മുൾച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം കൂടി നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഒഴുക്കുണ്ട്. മരങ്ങളൊക്കെ കടപുഴകിയിട്ട് മറിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. ഒരുപാട് മരങ്ങൾ കടപുഴകി വീണുണ്ട് കേട്ടോ ഈ മഴയ്ക്ക്. ഈ കടപുഴകിയ മരത്തിൻ്റെ അത് കൂടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അത് കൂടെ കയറിയിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു പാറയുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ആ വലിയ പാറ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു വലിയ പാറയുണ്ടെന്ന്.
നമ്മൾ ആ വലിയ പാറയുടെ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കട്ടോ. വീണ്ടും നമ്മളെ വെള്ളം ഇതുപോലെ ഒലിച്ച് വരണ നല്ലൊരു ഒഴുക്കുള്ള സ്ഥലത്തേക്ക് എത്തി. ആ പാറയുടെ സൈഡിൽ കൂടെ കയറി വന്നപ്പോൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കേട്ടോ. നല്ല മീനുണ്ട്, ചെറിയ മീനുകളുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. മലനിരകളിലൊക്കെ ഇടയിലൂടെ വരണ കാരണം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതുപോലെ കല്ലൊക്കെ പതിച്ച ഒരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി പ്ലേസാണ്. സൂക്ഷിച്ച് വരണം, നന്നായി ഇഷ്ടപ്പെടും. പിന്നെ പ്രദേശവാസികളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. ആടക്കോട് ചോല വാട്ടർഫോൾസ് എന്ന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അത് മാത്രമല്ല വടക്കാഞ്ചേരി, ചേലക്കര, എളനാട് അതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആളുകളോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് ആളുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒന്ന് വന്ന് കാണാവുന്ന അടിപൊളി ഹിഡൻ സ്പോട്ടാണിത്. നല്ല നല്ല വള്ളിപ്പടർപ്പും മരങ്ങളും നല്ല ചിത്രശലഭങ്ങളും അതുപോലെ ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, ഈ മരം നോക്കിയേ, വളഞ്ഞ് പൊളഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു കൂടെ ഒരു വലിയ വള്ളിപ്പടർപ്പ്, അതതിൻ്റെ മോൾ ഭാഗം വരെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെ തിരിച്ചു പോവാണ്. മഴ പെയ്യും പെയ്യും എന്ന് വിചാരിച്ചിട്ട് പെയ്തില്ല, ഒന്ന് ചാറിപ്പോയുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് പുതിയ പുതിയ കാഴ്ചകളായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.